ലഹരി പിടികൂടുന്നവരിലേറെയും അക്രമകാരികൾ. കൂടുതൽ ഡി അഡിക്ഷൻ കേന്ദ്രം വേണമെന്ന് പോലീസ്. ലഹരി കിട്ടാത്തതിനാൽ അക്രമകാരികളാകുന്ന യുവാക്കളെ ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടുതൽ വേണമെന്നാണ് ആവശ്യം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും അടിയന്തരമായി സെന്ററുകൾ തുടങ്ങണമെന്നാണ് സർക്കാരിലേക്ക് പോലീസിന്റെ ശുപാർശ. മദ്യപാനം നിർത്തുന്നതിന്റെ ഭാഗമായി സ്വമേധയാ ചികിത്സിക്കാൻ വരുന്നതോ വീട്ടുകാരുടെ നിർബന്ധത്താൽ ചികിത്സ തേടുന്നവർക്കുള്ളതാണ് നിലവിലുള്ള സെന്ററുകൾ. കൂടുതലും സംഘടനകൾ നടത്തുന്നതുമാണ്. എന്നാൽ വയലന്റ് ആകുന്നവരെ ചികിത്സിക്കാൻ സംവിധാനങ്ങളില്ല. പോലീസ് പരിശോധന വർദ്ധിച്ചതോടെ ലഹരി കിട്ടാത്തതിന്റെ വിത്ഡ്രോവൽ സിൻഡ്രോമിന്റെ ഭാഗമായി വീട്ടിൽ ഉപദ്രവം കാട്ടുന്ന യുവാക്കളുടെ എണ്ണവും കൂടി. ലഹരിയെക്കുറിച്ച് രഹസ്യവിവരം അറിയിക്കാൻ പോലീസ് നൽകിയ നമ്പറിലേക്ക് രക്ഷിതാക്കൾ വിളിച്ച് സഹായം തേടുന്നുമുണ്ട്. പോലീസ് സംഘമെത്തി യുവാവിനെ പിടികൂടിയാലും എവിടേക്ക് മാറ്റുമെന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. അക്രമകാരിയെങ്കിൽ ചില ഡി അഡിക്ഷൻ സെന്ററുകൾ ഇവരെ സ്വീകരിക്കില്ല. 10 ദിവസത്തിനിടെ ഇത്തരത്തിൽ വയലന്റായ 78 യുവാക്കളെയാണ് പോലീസ് വീടുകളിൽ പോയി കീഴ്പ്പെടുത്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. 348 പേരെ കൗൺസിലിംഗിനായി പോലീസ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് സെന്ററുകളിലാക്കി. ഇടുക്കി വിഷൻ, കുമളി.